ഹലോ പ്ലീസ് വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഇസ് മൈ ലവേഴ്സ്. ഇന്നത്തെ ഒരു പറയുമ്പോൾ മോട്ടോറോള മോട്ടോ S50 എന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ മാർക്കറ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വരുന്നത്. വെച്ച് ലേറ്റ് ആകേണ്ട നേരെ വീഡിയോ കിടക്കാം. ഒരു ഡിസ്പ്ലേ എന്നാണ് തുടങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ നിങ്ങൾ തുടങ്ങിയേക്കാം. ഡിസ്പ്ലേ സൈസ് നോക്കിയാൽ ഒരു 6.63 ഇഞ്ചിൻ്റെ ഒരു OLED പാനലാണ് വരുന്നത്. 1.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. 5 വോൾട്ട് ഡിസൈൻ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻട്രലായിട്ടായിരിക്കും. ഒരു 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 122 ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 1.8 mm ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് ഒന്ന് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. IP68 റേറ്റിംഗും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. വാട്ടർ റെസിസ്റ്റന്റ് അതുപോലെ ഡസ്റ്റ് റെസിസ്റ്റന്റും കൂടിയാണെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഓവറോൾ ഒരു ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളും നോക്കുമ്പോൾ ഓക്കെയാണ്. നല്ലൊരു ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളാണ് ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൊസസ്സർ നോക്കിയേക്കാം. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ MediaTek Dimensity 7200 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറായിട്ടാണ് ഈ ഫോൺ കമ്പനി മാർക്കറ്റിലെ ഈ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. എന്തൊക്കെയോ പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം പ്രൊസസ്സർ വെച്ച് വേറൊരു ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണെന്ന് പറയാം, നിങ്ങൾക്കറിയാം. വെച്ച് ലൈറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞേക്കാം. CM Phone 1 എന്ന് പറയുന്ന ഒരു ഫോണാണ് നമ്മുടെ ഈ ഒരു സെയിം പ്രൊസസ്സർ വെച്ച് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ. അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 5G സപ്പോർട്ടാണ്. Android 14 ബേസ് ചെയ്തായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആവുന്നത്. 3.5 mm ഓഡിയോ ജാക്കൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ SD കാർഡ് സ്ലോട്ട് ഒന്നും വരുന്നില്ല. ക്യാമറ സൈഡ് വയ്ക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ലെൻസ് വയ്ക്കുന്ന ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് വരുന്നത് ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ആൻഡ് തേർഡ് വരുന്നത് ഒരു 10 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ടാണ്. ഇനി എന്ത് വേണം. ആൻഡ് നെക്സ്റ്റ് ക്യാമറ സൈറ്റ് നോക്കുമ്പോൾ ഓക്കെയാണ്. ആൻഡ് പ്രൈമറി ലെൻസിൽ 50 മെഗാപിക്സൽ OIS ഒക്കെ സപ്പോർട്ടാണ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഫോണിൻ്റെ ബാറ്ററി സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ 4310 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 68 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വയേർഡ് ഫാസ്റ്റ് ചാർജിങ് കമ്പനി കൊടുക്കുന്നുണ്ട്. Type C പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററി അത്ര ഒരു മികച്ച ബാറ്ററി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 5000 എങ്കിലും മാക്സിമം കൊടുക്കായിരുന്നു. ഇനി എത്ര വേരിയൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 256GB 8GB RAM വേരിയൻറ്റ്, 256GB 12GB RAM വേരിയൻറ്റ്, 512GB 12GB RAM വേരിയൻറ്റ്. ഈ വേരിയൻറ്റിൽ ഈ കുറച്ച് വേരിയൻസിലായിരിക്കും ഈ ഫോൺ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഈ ഫോൺ ഇപ്പോൾ കറന്റ് ചൈന മാർക്കറ്റിലൊക്കെയാണ് അവൈലബിൾ ആവുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും വരും. കാരണം അവിടെ മോട്ടോ സീരീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ പേര് തന്നെ അങ്ങ് ഡിഫറെൻ്റ് ആവും. മോട്ടോ എഡ്ജ് 50 നിയോ ഈ ഒരു പേരിലായിരിക്കും ഈ സെയിം ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇവരുടെ കൺഫർമേഷൻ ഡേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും നമ്മുടെ ചാനലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റായിട്ട് അറിയിക്കാറൊന്നും പറയില്ല. ദിസ് ഈസ് മീ അതുൽ സൈനിങ്.